അല്ല, സംസ്ഥാന ഗവൺമെൻറ് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട കോടതി തന്നെ നിയോഗിക്കപ്പെട്ട ഒരു അന്വേഷണ കമ്മീഷൻ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തെ ഞങ്ങളെല്ലാവരും സ്വാഗതം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളും അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. കുറ്റക്കാരെ കണ്ടുപിടിക്കണമെന്നും കുറ്റക്കാരൻ ഏത് നിലവാരത്തിലുള്ള ആളായിരുന്നാലും അർഹമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ശബരിമലയുടെ എല്ലാ കാര്യങ്ങളും ഔദ്യോഗികമായി പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരുടെ സ്ഥിതിവിശേഷം നമ്മളിപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഇത്രയും നാൾ ഇവരെല്ലാം ക്ഷേത്രം കൊള്ളയടിക്കുകയായിരുന്നു. ആ കൊള്ളയടിക്കുന്നതിനൊന്നും അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ ഏജൻസി പുതിയതായിട്ട് കണ്ടെത്തിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ് ആവശ്യം. ഇത് നടത്താൻ വേണ്ടി ഏൽപ്പിച്ച ആൾക്കാർ അത് കൊള്ളയടിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ BJPക്ക് ഇതിലെന്തോ ബന്ധമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. BJP എങ്ങനെ ഇപ്പോൾ എങ്ങനെ പറയും ഞങ്ങളിത് അംഗീകരിക്കുന്നില്ല, സമരം രംഗത്തിറങ്ങുകയാണെന്നുള്ള വിവരം? അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ശബരിമലയിൽ നടന്നിട്ടുള്ള ഈ കൊള്ളയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തുന്നതിനോട് BJPക്ക് താല്പര്യമില്ല. അന്വേഷണം നടത്തി സത്യസന്ധമായ ആൾക്കാരെ പിടികൂടുന്നതിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് താല്പര്യമില്ല. അവർക്ക് ഈ പ്രശ്നം വഷളാക്കിക്കൊണ്ട് നിർത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്നുള്ളതാണ് അവരുടെ താല്പര്യം. അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. ഏത് മന്ത്രിയിലെത്തേക്കോ ഏത് അതിനേക്കാൾ വലിയ ആളിൻ്റെ അടുത്തേക്കോ പോകുന്നില്ലെന്ന് ഞങ്ങളെതിരല്ല. ഞങ്ങൾ പറയണോ ഇന്ന ആൾക്കാരനെ ശിവൻകുട്ടിയെ അറസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറയണോ? അത് ഹൈക്കോടതി നിയോഗിച്ച ഒരു കമ്മീഷൻ, ഒരു അന്വേഷണ ഏജൻസി ഉണ്ടല്ലോ, അവർ ചെയ്യട്ടെ. ഞങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോ.